അങ്ങനെ കിജുൻ കാണുന്നത് നേരത്തെ ജൂങ്കിയുടെ ഡയറക്ടർ എടുത്ത വീഡിയോ ആയിരിക്കും. അത് വൈറലായിട്ടുണ്ടായിരിക്കും. ഇത് കാണുന്ന ജൂങ്കിയുടെ ബ്രദറിനാകെ ദേഷ്യം വരുന്നതും ഇവളുടെ ഷോപ്പിലാണെങ്കിൽ നഞ്ജുവിന്റെ ആ അസിസ്റ്റൻസ് ഇവളിങ്ങനെ തുറിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കാര്യം ഇവൾക്കും പിടികിട്ടുന്നുണ്ട്. ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ഡയറക്ടറുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവൾക്ക് ഭയങ്കര വിഷമൊക്കെ വരുന്നുണ്ട്. പിന്നീട് സംഘം നോക്കുമ്പോൾ കാണുന്നത് ഹോസ്പിറ്റലിലെ യാങ് സിസ്റ്റേഴ്സിന്റെ കൂടെ ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്ന് ചിരിക്കുന്നതാണ്. തന്നോട് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നതും താൻ എന്തേ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ സത്യം പറഞ്ഞ സങ്കടവും വരുമെന്ന് പറയുന്നതും എന്താടോ കാര്യമെന്ന് ചോദിക്കുന്നതും പിന്നീട് ഈ വീഡിയോന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആളുടെ ബാഡ് ലെക്കൊക്കെ കളയാണെന്ന് നമ്മുടെ യാങ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ സംഘം ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ഇവൻ ജൂക്കിയെ തിരിച്ചറിയുന്നതും ഞാൻ പറഞ്ഞ പെൺകുട്ടി ഇവളാണ്, ഇവൾ ആരെന്ന് ചോദിക്കുമ്പോൾ ജൂക്കി അറിയില്ലേ? ഓ, പറഞ്ഞ പോലെ നിങ്ങളൊക്കെ പഠിച്ചത് പുറത്താണല്ലോ അല്ലേ? ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറും അതുപോലെ ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഇവൻ 3 വർഷം മുന്നത്തെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് മിനിഹൂഗിന്റെ മരണത്തിന് ശേഷം 1 മാസത്തോളം ട്രയലൊക്കെ നടന്നു. അതിനുശേഷം ഇവിടെ വിട്ടയക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും എല്ലാവരും വിചാരിക്കുന്നത് മിനിഹൂഗിന്റെ മരണത്തിന് കാരണം ഇവളാണെന്നാണ്. ഇവള് മോഡലായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബാൻഡ് ചെയ്യും, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ഈ മരിച്ച ആളുടെ പാരന്റ്സും അയാളുടെ ഫാൻസും ഒക്കെ ഇപ്പോഴും കരുതുന്നത് ഇയാളുടെ ഒരു ആക്സിഡന്റൽ ഡെത്ത് അല്ല, പകരം കൊലപാതകം തന്നെയാണ് എന്നിവിടെ പറയുന്നതും ഈ പെൺകുട്ടി എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സംഗിനോട് ഏതോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു വ്ളോഗിംഗ് ഒക്കെ നടത്തുന്നുണ്ടെന്ന കമന്റ്സിലൂടെ മനസ്സിലായത്. എന്തായാലും ഇതുപോലത്തെ ഒരു പെൺകുട്ടിയെ തിരിയുന്നതിൽ നിങ്ങൾക്ക് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഇത് നിങ്ങളുടെ ഇമേജിനെ തന്നെ ബാധിക്കുമെന്നൊക്കെ യാങ് പറയുന്നുണ്ടെങ്കിലും സംഘാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആളെ പറ്റി അന്വേഷിക്കാനാണ് പറയുന്നത്. പിന്നീട് യാങ് ആണെങ്കിൽ ആളിപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോർ നടത്തുന്നുണ്ട്. ഫാന്റാസ്റ്റിക് ഷോപ്പ് എന്നൊക്കെയാണ് പേര്. ഒരുപാട് ആന്റി ഫാൻസ് ഒക്കെ ഉണ്ട്. 1 മില്യൺ അടക്കം ആന്റി ഫാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഓർഡേഴ്സ് ഒക്കെ ടെക്സ്റ്റ് മെസ്സേജ് വഴിയാണ് ആൾ സ്വീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കടയുടെ അഡ്രസ്സും ആളുടെ വീടിന്റെ അഡ്രസ്സും ഒക്കെ സംഘിന് കൊടുക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞ ഈ ജോക്കിയുടെ കാര്യം വലിയ കഷ്ടാണല്ലേ എന്ന് പറയുന്ന യാങ് ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സംഘാണെങ്കിൽ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകേണ്ടെന്ന് അവിടെ പറയുന്നതും എന്നാലും ഇവളിത് ആരായിരിക്കുമെന്ന് ഇവൻ അവിടെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവന്റെ ചുമരില് ഈ അഡ്രസ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതും ഇവനിതിങ്ങനെ കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇവനിത് കളയുന്ന ടൈമില് ഇവന്റെ ചപ്പലില് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവൻ വീണ്ടും കളയുമ്പോൾ അത് വീണ്ടും സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിങ്ങനെ വീണ്ടും വീണ്ടും എന്റെ അടുത്ത് ഒട്ടുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്ന് ഇവങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ നഞ്ജുനാണെങ്കിൽ ജൂഗി നല്ല വഴക്ക് പറയുകയായിരിക്കും. നീ നിന്റെ കണ്ണുകൊണ്ട് തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് ശ്രദ്ധിക്കണമായിരുന്നു, അയാളെ എങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ആ ടൈമിൽ തന്നെ സംഗീന്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് നോക്കുന്ന ടൈമിൽ നഞ്ജുനാണെങ്കിൽ എന്താ വീണ്ടും വല്ല ബാഡ് കമന്റ്സ് ആണോ, അങ്ങനെയെങ്കിൽ പോലീസിനെ കംപ്ലൈന്റ് ചെയ്യുന്നൊക്കെ എന്ന് പറയുന്നതും ജോക്കിക്കാണെങ്കിൽ ഇതൊക്കെ വായിച്ചെങ്കിൽ ദേഷ്യം വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ സംഘാണെങ്കിലും ഇവളെന്താ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ, ഓ ഞാൻ എത്ര നമ്പർ വേണമെന്ന് പറഞ്ഞില്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഒരു 20 ഐറ്റംസ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഇത് വായിക്കുന്ന ജൂക്കി ആണെങ്കിൽ ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ, ആരോ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ സംഘാണെങ്കിലോ ഇതെന്താ ഇവളിങ്ങനെ റെസ്പോണ്ട് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ 20 എന്നുള്ളത് 50 ഐറ്റംസ് എന്ന് പറഞ്ഞ് വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന ജൂക്കിയുടെ മനസ്സൊന്ന് ഇടറുന്നുണ്ട്. അപ്പൊ നഞ്ജുനാണെങ്കിൽ ഇതേതോ വട്ടത്തെയോ വട്ടനൊക്കെ ആയിരിക്കും എന്ന് അവിടെ പറയുന്ന ടൈമിലാണ് ഇവൻ ഓഹോ അപ്പൊ നിനക്ക് മതിയായില്ലേ എന്നൊരു കാര്യം ഇരിക്കട്ടെ 100 ഐറ്റംസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനി നീ എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് നോക്കാലോ എന്നൊക്കെ പറയുന്നതും ഈ മെസ്സേജ് കാണുന്ന ഇവരുടെ 2 പേരുടെയും കിളി പോകുന്നുണ്ട്. അപ്പം നഞ്ജുനാണെങ്കിൽ ഇത് പ്രാങ്ക് ആയിരിക്കില്ല അല്ലേ, ഇനിയിപ്പോൾ ഇത് പ്രാങ്ക് ആണെങ്കിലും അല്ലാന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. 100 ഐറ്റംസ് അതോ സൈസ് കുഴപ്പമില്ല, ഡിസൈൻ കുഴപ്പമില്ല, ഒരുപാട് പൈസ കിട്ടും, ഈ റെന്റ് കൊടുക്കാം, അതുപോലെ മറ്റൊരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും, എന്താ ഇപ്പം ചെയ്യാന്ന് പറയുന്നതും നീ നൈസായിട്ട് അയാളെ വിളിക്കുന്ന നഞ്ജുൻ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ജൂഗി സംഘിനെ വിളിക്കുന്നതും നിങ്ങളൊരു 100 പീസിന്റെ ഓർഡർ തന്നല്ലോ, അത് കൺഫേം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് സംഘം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സൈസ് ഡിസൈൻസ് അതൊന്നും നിങ്ങൾ നോക്കുന്നില്ലല്ലോ, റീഫണ്ട് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന സംഘം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇത് കൊണ്ടുവരേണ്ടത് നിങ്ങൾ നേരിട്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, ഞാൻ ഇന്ന് തന്നെ ഇത് ഷിപ്പ് ചെയ്തിട്ട് അവിടെ എത്തിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും കുഴപ്പമില്ല ഞാൻ തന്നെ എത്തിക്കാം എന്ന് ഇവളവിടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നഞ്ജുനാണെങ്കിൽ നീ എന്ത് പണി കാണിച്ച്, അയാൾ വല്ല സൈക്കോയോ അല്ലെങ്കിൽ വല്ല ബോധമില്ലാത്ത ആളൊക്കെ ആണെങ്കിലോ നിന്നെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ പറയുമ്പോൾ ജോക്കി ആണെങ്കിൽ എടി അങ്ങനെയൊന്നുമല്ല, ഇതെനിക്ക് കിട്ടിയൊരു കച്ചിത്തിരുമ്പാണ്, നീ എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഐറ്റംസ് ഒക്കെ ഒരു വലിയ ബാഗിലാക്കിയിട്ട് ഇവളെ കഷ്ടപ്പെട്ട് വലിച്ചിട്ടൊക്കെയാണ് നടന്നു പോകുന്നത്. ഇവളാണെങ്കിൽ സംഘിനെ വിളിച്ച് ഏത് വഴിക്കാ വരേണ്ടതെന്നൊക്കെ ചോദിക്കുന്നതും ഇവള് വലിയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരിക്കും, ആ സ്റ്റെയർ ഒക്കെ കഷ്ടപ്പെട്ട് കയറുന്നതും ഇനി ഏത് വഴിക്കാ വരേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ ആ വഴിക്കല്ലേ വരേണ്ടേ വേറൊരു വഴിക്കാന്നൊക്കെ പറയുമ്പോൾ ഇവള് വലിയ കാര്യമായിട്ട് ചൂടാകും.
ആകുന്നൊന്നുമില്ല. അപ്പൊ സംഘാണെങ്കിൽ ഇവള് പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്ന ശബ്ദം നല്ല സ്വീറ്റ് ആയിട്ടുണ്ടെന്ന് അവിടെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇവൻ ഓരോന്നൊക്കെ പറഞ്ഞ് ഇവള് നന്നായി വട്ടം ചുറ്റിക്കുന്നുണ്ട്. അപ്പോഴും ഇവള് നല്ല കൂളായിട്ടാണ് സംസാരിക്കുന്നത്. സംഘാണെങ്കിൽ ഇവള് നല്ല ക്ഷമയൊക്കെയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് ഇവന്റെ അഡ്രസ്സ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നതും ഇവളാണെങ്കിൽ ഇവന്റെ വീട്ടിലെത്തുന്ന ടൈമിൽ ഇത് ഞാൻ മുന്നേ കഴിഞ്ഞ വീടാണല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവള് മുന്നേ നല്ല സമയത്തൊക്കെ ഈ വീട്ടിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. എന്തായാലും പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവള് വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നതും സംഗിനെ കാണുമ്പോൾ ഒന്ന് ഷോക്കാകുന്നുണ്ട്. നിങ്ങളാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞ് ഇവൻ അത് ബെഡ്റൂമിന്റെ അവിടേക്ക് വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവള് കൂളായിട്ട് ബെഡ്റൂമിന്റെ അവിടേക്ക് നടക്കുന്നതും അവിടെ വേണ്ട ടോയ്ലറ്റിന്റെ സൈഡിൽ എന്ന് പറയുമ്പോൾ ഇവൾ അതുപോലെ ടോയ്ലറ്റിന്റെ അവിടേക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സംഘാണെങ്കിൽ അല്ല നിനക്ക് ഈ വീട്ടിൽ ടോയ്ലറ്റ് എവിടെയാ ബെഡ്റൂം എവിടെയെന്നൊക്കെ ഇത്രയും ക്ലാരിറ്റി ആയിട്ട് എങ്ങനെ അറിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇതുപോലത്തെ വീടിന്റെ ഒക്കെ പ്ലാൻ ഏകദേശം സെയിം ആയിരിക്കുമല്ലോ എന്നാണ് ഇവളവിടെ പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് നിന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിനക്ക് എന്നെ മുന്നേ അറിയോ? എന്റെ വീടിന്റെ മുക്കും മൂലയും വരെ നിനക്കറിയാം. ഞാൻ എങ്ങാനും ഇനി നിന്നെ ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നിവൻ ചോദിക്കുന്നതും നിങ്ങളൊക്കെ വലിയ ആളുകളല്ലേ, ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് പോലെയായിരിക്കും പെൺകുട്ടികളൊക്കെ ഡേറ്റ് ചെയ്തത്, അതുകൊണ്ടായിരിക്കുമല്ലേ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആയതെന്ന് ഇവൾ കളിയാക്കി അവിടെ ചോദിക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ കാര്യങ്ങൾ കറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയണം, അതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നിങ്ങൾ എന്നെ ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന ദേഷ്യത്തിൽ അവിടെ പറയുന്നുണ്ട്. അതുപോലെ ഇന്നലെ എൻ്റെ ക്യാമറ നാശാക്കിയില്ലേ അതിൻ്റെ ക്യാഷ് തായോ എന്ന് പറയുന്ന ടൈമിലാണ് സംഘ് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതും. അപ്പോൾ ആ ക്യാമറ തമ്മിലുള്ള ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ അല്ലേ, സമാധാനമായി എന്ന് പറഞ്ഞ് എത്ര രൂപയെന്ന് ഇവൻ ചോദിക്കുന്നതും ഇവള് ക്യാഷ് പറയുന്ന ടൈമിൽ ഇവൻ അപ്പോൾ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് പൈസയുണ്ടല്ലോ, ബാക്കി ഞാൻ എപ്പോഴെങ്കിലും തരാമെന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ അതൊന്നും ആവശ്യമില്ല, ഇതോടുകൂടി നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഇവിടെ അങ്ങ് അവസാനിപ്പിച്ചേക്കണം. എൻ്റെ ടൈം വെറുതെ വേസ്റ്റായി പോകുന്ന വഴിക്ക് ഈ തുണികൾ എടുത്ത് കൊണ്ടുപോയിക്കൊന്ന് പറയുമ്പോൾ ഇവൾക്കാകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാനത് ഓൾറെഡി വിറ്റ് കഴിഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അത് നിന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതാ, അല്ലാതെ ഈ ക്ലോത്ത്സ് ഒക്കെ എനിക്ക് എന്തിനാ, ഇനി നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് നീ എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞേക്കെന്ന് പറയുന്ന സംഘിനോട് നിങ്ങൾ ഇതിനി മാറ്റി പറയില്ലല്ലോ എന്നാണ് ഇവൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ എന്ത് മാറ്റി പറയാൻ, അല്ലെങ്കിൽ തന്നെ എനിക്കിത് നാളെ ഓർമ്മ പോലും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇവനത് ആക്ച്വലി ഇവന്റെ അസുഖത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഇത് ഇവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇവളാണെങ്കിൽ ആ ക്ലോത്ത്സ് ഒക്കെ തിരിച്ചെടുക്കുന്ന ടൈമിൽ ഓഹോ അപ്പൊ ഞാൻ കൊണ്ടുപോയിക്കോളാം പറഞ്ഞപ്പോഴേക്കും ശരിക്കും നിങ്ങൾ കൊണ്ടുപോകുമല്ലേ, ഒരു നാണക്കേടൊന്നും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഇവനോട് ഇതുപോലൊരു വീട്ടിൽ താമസിക്കുന്ന നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിക്ക് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇതൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് ഞാനിത് കൊണ്ടുപോയാലോ ഞാനിത് വലിച്ചെറിഞ്ഞാലോ ഒരു പ്രശ്നമില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഇതെന്റെ ജീവിതമാണ്, ഞാൻ എന്റെ അഭിമാനമൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അതേ ഫീൽഡിൽ വില പോകില്ല, എന്തായാലും നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഇവന്റെ മനസ്സിൽ എന്തോന്ന് ഫീലിംഗ് ആവുന്നുണ്ട്. ഇവളാണെങ്കിൽ വലിയ കോൺഫിഡൻസോടൊക്കെ കൂടി പുറത്തിറങ്ങിയെങ്കിലും പിന്നീട് റോഡിലിരുന്ന് നന്നായി കരയുന്നതും കരയല്ലേ എന്ന് പറഞ്ഞ് ഇവളെ തന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് സംഘാണെങ്കിലോ മുന്നേ ഇവളുടെ ഒരു ചിത്രം വരച്ചിരുന്നു, ആ ചിത്രം വരച്ച പേപ്പർ കീറിക്കളയുന്നതും എന്തൊരു പെൺകുട്ടിയാണ് ഇവളെന്ന് അവിടെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇവന് ചെസ്റ്റ് പെയിൻ എടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ജോക്കിയുടെ വീടിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കിജുവിനാണെങ്കിൽ ഇവളുടെ അനിയത്തിയാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പൊ ഇത് ജോക്കിയുടെ വീട്ടിലെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇതെന്റെ വീടാണെന്ന് പറയുന്ന അനിയത്തി ഇവൻ ജോക്കിയെ പറ്റി ചോദിക്കുന്നതും ഇങ്ങനെ തുറച്ചു നോക്കുന്ന ടൈമിൽ ഇവളുടെ ടീഷർട്ടിന്റെ ബാക്ക് സൈഡാണ് കാണിച്ചു കൊടുക്കുന്നത്. ആ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നായിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ട് ഇവനാകെ അന്താളിച്ച് നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ജോക്കി വരുന്നതും ഇവനാണെങ്കിൽ ജോക്കി എന്നൊക്കെ വിളിച്ച് ഓടി അങ്ങോട്ട് ചൊല്ലുന്നുണ്ട്. അപ്പൊ ജോക്കിയാണെങ്കിൽ ഇത് കണ്ട് ഫസ്റ്റ് ഒന്ന് ഭയക്കുന്നുണ്ട്, എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ ഇവൻ ചോദിക്കുന്നതും 5 വർഷം മുന്നേ നമ്മളൊരു ലൊക്കേഷനിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ടൈമിലാണ് ഇവൾ കാളെ പിടികിട്ടുന്നത്. കിജുവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്നാണ് ഇവൻ തിരിച്ചു പറയുന്നത്. അതായത് മുന്നേ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് ചെറിയൊരു സീൻ അഭിനയിക്കാൻ ഇവനെ വിളിച്ചിരുന്നു. ആ ഒരു ചെറിയ സീൻ തന്നെ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു, കാരണം ഇവനെ എപ്പോഴും ഡയലോഗ് തെറ്റിക്കുകയായിരുന്നു. അപ്പോൾ ആ സീനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ എങ്ങനെയാ മറക്കുക, താൻ വലിയ ആക്റ്റീവ് ആയിരുന്നല്ലോ സെറ്റില്, ഇപ്പം എന്താ കാണാൻ വന്നത്, ഇവിടെ അടുത്താണ് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ പരിസരമൊക്കെ അത്രയും നല്ലതാണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് മാറാമെന്ന് കിജുൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അല്ല ഈ ബാഗിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊരു സൈക്കോ കുറേ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തു എന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞു, അപ്പം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതായെന്ന് പറയുന്നതും എന്നാൽ ഞാനിതൊക്കെ വാങ്ങാമെന്ന് പറയുന്ന കിജുവിനോട് അതെങ്ങനെ ശരിയാകും, ഞാൻ ഇത് ഓൾറെഡി വിറ്റ് കഴിഞ്ഞതല്ലേ എന്നാണ് ഇവൾ പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ ഡ്രസ്സൊക്കെ ഒഴിവാക്കാൻ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഈ വീടൊന്നും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, അതായത് ഈ തെരുവിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് ഈ ഡ്രസ്സൊക്കെ അങ്ങ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഡയറി എഴുതുന്ന സംഘാണെങ്കിൽ ഇന്നുണ്ടായ ഈ തുണിയുടെയൊക്കെ കാര്യങ്ങൾ എഴുതണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം എന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നു എന്ന് ഇവനിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് സംഘ ഇവളുടെ വീടിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേ സമയം കിജുവിന്റെ കൂടെ വരുന്ന ജൂക്കി ആണെങ്കിലും ബായി ഒക്കെ പറഞ്ഞു പോകുന്നതും ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളെ ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ
കൊതു എന്നൊക്കെ പറഞ്ഞ് ഇവനെ ആക്ഷൻ ഇടുന്നതും ഇവിടെ ബായി ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും പഴയ പോലെ ഒരു സ്റ്റാർ ആക്കും എന്നൊക്കെ കിജുൻ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ സംഘാണെങ്കിൽ വീട്ടിലേക്ക് കയറുന്നതും അവിടുത്തെ സ്നിക്കേഴ്സ് ഒക്കെ നോക്കുന്ന ടൈമിലാണ് അനീതി വരുന്നതും. എന്താ കള്ളനാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കണ്ട കള്ളനെ പോലെ തോന്നുന്നുണ്ടോ എന്നാണ് സംഘ തിരിച്ച് ചോദിക്കുന്നത്. എന്താ അങ്ങനെയും ആയിക്കൂടി എന്ന് പറഞ്ഞ് ഇവള് നൈസായിട്ട് ഇവനെ ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പോകാൻ നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് അവളുടെ അച്ഛൻ വരുന്നതും ഈ കപ്പ് ന്യൂഡിൽസിന്റെ പാത്രം താനാണോ വലിച്ചെറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്ന ഇവനോട് എന്നാൽ ശരി താൻ പൊക്കോ എന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഇവൻ പോകാൻ നിൽക്കുന്ന ടൈമിൽ അല്ല താനാണോ ഈ കാലിക്കുപ്പിയിൽ സിഗരറ്റ് കുറ്റിയൊക്കെ നിറച്ച് വെച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്മോക്കേ ചെയ്യാറില്ല എന്നാണ് സംഘ പറയുന്നത്. അതെയല്ലേ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നാൽ താൻ പൊക്കോ എന്ന് പറഞ്ഞ് ഇവൻ പോകാൻ നിൽക്കുന്നതും അതായത് അച്ഛൻ ഫിറ്റാണ്. ഈ ഗവൺമെന്റ് ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാക്കുന്നതെന്ന് അറിയൂ, ഇതൊക്കെ ഈ ആളുകൾക്ക് വലിയ ബോധമുണ്ടോ, എത്ര പൈസ എന്നറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സംഘാണെങ്കിൽ 5 ബില്യൺ എന്നോടെ പറയുന്നുണ്ട്. അപ്പം അച്ഛനാണെങ്കിൽ അല്ല തെറ്റ് 10 ബില്യൺ ആണെന്ന് പറയുന്നതും അതായത് ഒരു കോടീശ്വരൻ കളിക്കുകയാണ്. ആ ടൈമിലാണ് കറക്റ്റ് ജൂക്കി അങ്ങോട്ട് വരുന്നതും താൻ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇതാണല്ലേ വീട്, ആ പോയത് തൻ്റെ അച്ഛനാണല്ലേ എന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ഷൂസ് കൂടിയും കാണുന്നുണ്ടല്ലോ അതാരാന്ന് പറയുമ്പോൾ തനിക്കിപ്പോൾ എന്താ വേണ്ടതെന്നാണ് ഇവളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ തിരിച്ചു വാങ്ങാൻ വന്നതാന്ന് പറയുമ്പോൾ ഇവളൊന്ന് ജസ്റ്റ് പരുങ്ങുന്നുണ്ട്. താൻ അത് ഓൾറെഡി വേണ്ടെന്നൊക്കെ പറഞ്ഞതില്ലേ പിന്നെ എന്താ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് മാറി, എന്തോ വലിയ കുറ്റം ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഇവളിങ്ങനെ ഇരുന്ന് പരുങ്ങുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ഇവനാണെങ്കിൽ എന്താ നീ അത് ഓൾറെഡി വിറ്റോ, നിന്നെ സമ്മതിക്കണം, ഒരു നാണോ ഇല്ലാലോ എന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ചൂടാകുന്ന ടൈമിൽ ഒരു 5 മിനിറ്റ് എനിക്ക് നിന്നോട് 5 മിനിറ്റ് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇവൾ പറ്റത്തില്ല എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ശരി ഒരു 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തീരെ സമയമില്ല എന്ന് പറയുന്ന ജോക്കിയോട് ഞാൻ ഈ സമയത്ത് പുറത്തു പോലും ഇറങ്ങാറില്ല, എൻ്റെ ഈ പ്രഷ്യസ് ടൈം കളഞ്ഞ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്താ, എനിക്കിത് കുറച്ച് സമയം സംസാരിക്കാൻ തരണം എന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാം, തൻ്റെ സമയം മാത്രമാണോ വിലപ്പെട്ടത്, എൻ്റെ സമയം വിലപ്പെട്ടതാണ്, പറ്റത്തില്ല എന്ന് ഇവളവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ തന്നെ സമ്മതിക്കണം, ഈ ഒരു സാഹചര്യത്തിലും ഇത്രയും ആത്മവിശ്വാസം കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ജൂക്കിയാണെങ്കിൽ ഈ ആത്മവിശ്വാസി സാഹചര്യത്തിൽ നിന്നല്ല പകരം ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ വെറുതെ അല്ല ഒരുപാട് പേർക്ക് നിന്നോട് ഇങ്ങനെ ദേഷ്യമുള്ളത്, ഞാൻ വിചാരിച്ചിരുന്നു കൊറിയയിലെ തന്നെ ഏറ്റവും വെറുക്കപ്പെട്ട 1 മില്യൺ ആൻറ്റി ഫാൻസ് ഒക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്, നിന്റെ ഈ സ്വഭാവം വെച്ചിട്ട് നിനക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ ശരിക്കും ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വാക്കുകൊണ്ട് ഒരുപാട് നോവിച്ചിട്ടാണ് ഇവൻ അവിടെ നിന്നും കൂളായിട്ട് പോകുന്നത്. അങ്ങനെ ഇവൻ നീണ്ട ഒരു സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അത് ഇറങ്ങുന്ന ടൈമിൽ പിന്നാലെ വരുന്ന ഇവളാണെങ്കിൽ എന്തോന്ന് എടുത്ത് ഇവനെ വലിച്ചെറിയുന്നുണ്ട്. അപ്പം ഇവനാണെങ്കിൽ നീ എന്തേ കാണിക്കുന്നതെന്ന് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ചൂക്കിയാണെങ്കിൽ എന്താ നിനക്ക് മാത്രമേ വേദനിക്കത്തുള്ളൂ, എനിക്ക് നേരത്തെ വേദനിച്ചതൊന്നും നീ കണ്ടില്ലേ, അതോ എനിക്ക് വേദനിക്കാൻ പാടില്ല എന്നുണ്ടോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇവൾ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നീ അന്ന് വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നത്തെ കാര്യം നീ പറയുന്നതെന്ന് ഇവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവളാണെങ്കിൽ നീ എന്നെ അന്ന് കിസ് പോലും ചെയ്തതാണെന്ന് പറയുമ്പോൾ ഇവൻ ജസ്റ്റ് ഒന്ന് ഷോക്ക് ആകുന്നുണ്ട്. ഞാൻ നിന്നെ കിസ് ചെയ്തെന്നോ എപ്പോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് ഓർമ്മയില്ലേ, അതോ നീ ഓർക്കാൻ ആഗ്രഹിക്കാത്തതാണോ, നിനക്കിതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ആള് നീയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നതെന്ന് സംഘം അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ അത് ശരിയാ, നിന്നെ പോലെ ഒരുപാട് പെൺകുട്ടികളെ ഡേറ്റ് ചെയ്ത് കിസ് ചെയ്ത് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾക്ക് എന്നെ പോലെ ഒരു പെൺകുട്ടിയെ അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് ഇവള് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുമ്പോൾ ഇവനാണെങ്കിൽ ഞാൻ ചോദിച്ചതിന് നീ എനിക്കൊരു ഉത്തരം തന്നില്ല, അത് മാത്രമല്ല ഞാൻ നാളെ നിന്നെ ഓർക്കണം എന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ പറയണം, അതല്ല ഞാൻ നിന്നെ മറക്കുകയാണോ വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്ന ജൂക്കിയാണെങ്കിൽ ഇവൾക്ക് ഈ രോഗത്തിന്റെ കാര്യമൊന്നും അറിയത്തില്ലല്ലോ, നീ എന്നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറക്കണം, ഒരു കാര്യം പോലും മനസ്സിൽ വെക്കരുത്, ഇനി നാളെ നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിൽ ഒരു പരിചയം പോലും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. സംഘാണെങ്കിൽ ജൂക്കി ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.